രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. 10-15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നു. മാങ്കൂട്ടത്തിലൊന്നും പറയുന്നില്ല, പ്രതികരണമില്ല. പതിവ് പോലെ ആ ചിരിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. കൂടെയുള്ളത് കോൺഗ്രസുകാർ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പലരോടും നമ്മൾ ചോദിച്ചിരുന്നു, തിരിച്ചങ്ങോട്ട് എത്തിയാൽ എങ്ങനെ സംരക്ഷണം ഒരുക്കും, കൂടെ നിൽക്കുമോ എന്നൊക്കെയുള്ളതിൽ പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടെയുള്ളത് പാലക്കാട്ടെ പ്രാദേശിക നേതാക്കളാണെന്ന് മനസ്സിലാക്കുന്നു. അറിയേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു. എടുക്കുന്നില്ല നോക്ക്. പതിനഞ്ച് ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഒളിവ് ജീവിതം അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പീഡനക്കേസിലും ജാമ്യം ലഭിച്ചതോടെയാണ് പാലക്കാട്ടെ MLA കാണാതായിരുന്ന 15 ദിവസമായി ഒളിവിൽ താമസിക്കുന്ന പോലീസിന്റെ കണ്ണുവെട്ടിച്ചോടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലേക്കാണ് രാഹുൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. അവിടെ ആദ്യത്തെ വോട്ടാണ്. MLA ആയതിനു ശേഷം വോട്ട് മാറ്റിയതിനു ശേഷം ആദ്യമായി അവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ പീഡനക്കേസിലും ജാമ്യം ലഭിച്ചതോടെയാണ് 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുന്നു. ഇവിടെ മാധ്യമങ്ങളെ കാണാൻ പാടില്ല. ചോദ്യമുണ്ട്. രാഹുൽ പരാതി രണ്ട് പരാതികളുണ്ടായിരിക്കുന്നു. രാഹുൽ എവിടെയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. രാഹുൽ എവിടെ ഒളിച്ചോ? ഒളിവിൽ കഴിയാൻ പാടുണ്ടോ? ഗേറ്റ് തുറക്കാൻ പറ. ഗേറ്റ് തുറക്കാൻ പറ. രാഹുൽ ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറന്നു. ആ ഗേറ്റ് തുറന്നുണ്ട്. വലിയ ഗേറ്റ് തുറന്നുണ്ട്. വലിയ ഗേറ്റ് തുറന്നുണ്ട്. വലിയ ഗേറ്റ് തുറന്നുണ്ട്. ഇവിടെ